ഈ ബൊഗൈൻവില്ലയുടെ ഓളത്തിൽ അത് മറന്നു. അതെ അതെ അതെ, അത് അമ്മ മറന്നെങ്കിലും പക്ഷെ അവര് മറന്നില്ല. അപ്പൊ കുറെ ഈ ഏരിയയിൽ മുഴുവൻ പൂക്കളാവും. എല്ലാ വർഷവും വേനലാകുമ്പോ എല്ലാവരുടെ വീടുകളിലും കാണുന്ന മിക്കവാറും കാണുന്ന ഒരു മെഴുക്കുവരട്ടി എന്ന് തയ്യാറാക്കണം. ഓർഡർ എവിടെ കിടക്കണം? അതൊക്കെ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇത്ര ഓർഡർ മാറട്ടെ. ഇതിനാ ചുമപ്പ് കളർ ഇല്ലാത്തേന്നാ. ഇവിടെ കുറച്ച് പച്ചപ്പും ഹരിതാപവും വന്നിട്ടുണ്ട്. വന്നു രണ്ടാമത്തെ ട്രിപ്പ് പയറ. കാരണം വീഡിയോ എടുക്കുമ്പോ അത് അറിയാൻ പറ്റുന്നുണ്ട് പച്ചപ്പ് എത്തിയത്. പച്ചപ്പ് എത്തിയ അല്ലെങ്കിൽ ഫുൾ ഡ്രൈ അല്ലേ? അതെ 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 അതെ. റാണി പിങ്ക് കംപ്ലീറ്റ് പഴയ പൂ പോയി പുതിയ പൂ വന്നു. പുതിയ പൂവും വന്നോണ്ടിരിക്കുക. പിടിച്ചോ, അതിന്റെ തണ്ടയിൽ മുഴുവൻ കുനു കുനു എന്നുള്ള പൂക്കൾ. ആ ഇല മുഴുവൻ പൂവാ, ഇലയല്ല കംപ്ലീറ്റ് ഇങ്ങനെ പൂവ വന്നോണ്ടിരിക്കണം. എനിക്ക് ഇവിടത്തെയാ കൂടുതൽ ഇഷ്ടപ്പെട്ട. ഇവിടെ നല്ല പച്ചപ്പ് വന്നു. ഈ വാഴക്കുഞ്ഞിന്റെ ഒക്കെ ഉണ്ട് കുറെ. അത് ഒരു കുഞ്ഞ് നിർത്തി വെച്ച് ബാക്കി മാറ്റണം, അല്ലെങ്കിൽ മതിലിന് ഭീഷണിയാ. ഇത് നീളമുള്ള പയറാണോ? അതറിയില്ല, ബീനാൻറ്റിയുടെ പയറാ, നമുക്കറിയില്ല. നീളമുള്ളതാ. പയറ് വിത്തായിട്ടാ കൊണ്ടുവന്ന പയറാ. ഒറ്റ പയറ് പുള്ളിക്കാരി കൊടുത്തു വിട്ടതാ. ഇല്ലേ, ഗേറ്റിന്റെ അവിടെ പോയി ഞാൻ അങ്ങ് വന്നില്ല. അല്ലെങ്കിൽ ഇവിടെ ഒന്ന് പിടിച്ചോ, രണ്ടും പിങ്ക് കളർ വെച്ചതോ. പിന്നെ ഇതൊന്ന് പിടിക്കാം. നമ്മള് അപ്പുറത്തുനിന്ന് സുനിലിന്റെ അവിടെ നിന്ന് കൊണ്ടുവന്ന പായി നിർത്തിയ ബന്ദിയെല്ലാം ഞാൻ പറിച്ചു കുത്തി. അവൻ രണ്ടും ചോട് കേമന പൂമ്പാറ്റ നടക്കണം. അതെ അതെ അതെ, ഒരു പൂമ്പാറ്റ ചെടി മേടിക്കാം. പിന്നെ നമ്മുടെ ഒരു വ്യൂവർ ചോദിച്ചു സൺഡേ മൺഡേ മേടിച്ചില്ല. അവിടെ ചെന്നപ്പോ മറന്നുപോയി. ബൊഗൈൻവില്ലയുടെ ഓളത്തിൽ അത് മറന്നു. അതെ അതെ അതെ, അത് അമ്മ മറന്നെങ്കിലും പക്ഷെ അവര് മറന്നില്ല. അവര് ചോദിച്ചപ്പോഴാ ഞാനും അത് ഓർത്തേ, അങ്ങനെ ഒരു സംഭവം ബൊഗൈൻവില്ല. പിന്നെ എന്നാന്നറിയാമോ, വേറൊരു കാര്യമുണ്ട്. എന്നാന്ന് വെച്ചാൽ ബൊഗൈൻവില്ലയുടെ ഓളത്തിൽ മറന്നു. ഒന്ന്, രണ്ടാമത്തെ കാര്യം കുറെ ബന്ദിയും വാടാമുല്ലയുണ്ട്. അപ്പൊ ഇവിടെ എല്ലാം ബന്ദി വലുതായി. ഇനി ഗേറ്റിന്റെ അവിടെ 4 ചോട്ടില് ബന്ദി ഇങ്ങനെ 4 ഇതായിട്ട് നട്ടിട്ടുണ്ട്. ഇനി വാടാമുല്ല പാകി നിർത്തിയേക്കണ പറിക്കാറായില്ല, പറിച്ചു കുത്തണത്. അപ്പൊ കുറെ ഈ ഏരിയയിൽ മുഴുവൻ പൂക്കളാവും. പിന്നെ സൺഡേ മൺഡേ മേടിക്കണം. സൺഡേ മൺഡേ മേടിച്ച് നമുക്ക് ഗേറ്റിന്റെ അവിടെ വെച്ചാലോ എന്നാ ഞാൻ ഓർക്കണം. പൂമ്പാറ്റച്ചെടി ഒരെണ്ണം മേടിക്കണം. അത് മേടിക്കാം. ഓക്കെ. അപ്പൊ പോയിട്ട് വന്നു. പുറത്തു പോയതാണ്, എന്തൊക്കെയോ സാധനം മേടിക്കാനുണ്ടെന്ന് പറഞ്ഞു. എല്ലാ വർഷവും വേനലാകുമ്പോ എല്ലാവരുടെ വീടുകളിലും കാണുന്ന മിക്കവാറും കാണുന്ന ഒരു മെഴുക്കുവരട്ടി എന്ന് തയ്യാറാക്കണം. പക്ഷെ നമ്മള് ഇടിഞ്ചക്ക കൊണ്ട് ചക്ക സീസൺ ആരംഭിക്കാന്ന് പറഞ്ഞിട്ട് എന്തായി? പക്ഷെ എല്ലാ വർഷവും ഏറ്റവും ആദ്യം മൂത്ത ചക്ക തന്നത് വീട്ടിൽ നിന്നാ, പപ്പയുടെ ചേട്ടന്റെ വീട്ടിൽ നിന്നാ കൊണ്ടുവന്നത്. അപ്പൊ ഇത് മൂത്ത ചക്കയല്ല, പഴുത്ത ചക്ക. അവിടെ പ്ലാവേലി കിടന്നോട്ട് പഴുത്തൂന്ന് തോന്നണോ. സന്ധ്യക്ക് വിളിച്ചു പറഞ്ഞ ചെല്ലാൻ പറഞ്ഞു, വാഴക്കൂമ്പ് കൊണ്ടുവരാനാന്നാ പറഞ്ഞ. അപ്പ ഇച്ചിരി വൈകിയാ പോയത്. വന്നപ്പോ ചക്കപ്പഴം കൊണ്ട് വന്നേക്കണം. വാഴക്കൂമ്പും ചക്കപ്പഴമായിട്ടാ വന്നേ. നല്ല സൂപ്പർ ചക്കപ്പഴം കംപ്ലീറ്റ് അന്നേരം തന്നെ ഉരിഞ്ഞെടുത്തേച്ച് പകുതി എടുത്ത് വേവിച്ച് വെച്ചു, പകുതി ചുളയായിട്ട് വെച്ചിട്ടുണ്ട് കഴിക്കാനായിട്ട്. അപ്പൊ അതും കുഴപ്പമില്ലോ. പിന്നെ ഫ്രീസറിൽ സൂക്ഷിച്ച് ചക്കക്കുരു 5-6 മാസമൊക്കെ നമ്മൾ വെക്കാറുണ്ട്. അത് വേറെ വിഷയം. അത് പറഞ്ഞു തന്നാ ഇത് വേവ് നടക്കൂല. അത് ചക്കക്കുരു പകുതി വെന്ത് കഴിഞ്ഞപ്പോ അത് വേവാനൊഴിച്ച വെള്ളത്തിലേക്ക് അടിയിലേക്ക് നമ്മള് ചക്കക്കുരു വകഞ്ഞ് മാറ്റി വെച്ച് മുരിങ്ങാക്കോൽ ഇടണം. മേടിച്ച മുരിങ്ങാക്കോലാണ്, പക്ഷെ നാടൻ മുരിങ്ങാക്കോലാന്ന് തോന്നണം. എന്നാന്നറിയാമോ, ഈ ഞെട്ടോട് കൂടി അപ്പൊ കൊണ്ടുവന്ന ഈ 2 കോല് മതിയെന്ന് ഞാൻ പറഞ്ഞു. ഈ ചക്കക്കുരുവിന്റെ 2 കോല് കൂടുതൽ വേണ്ട. ഇതിപ്പോ ഞാൻ 1 കോലേ ഇട്ടോളൂ. 1 കോല് ഞാൻ എടുത്തു വെച്ചേക്കണ സാമ്പാറിനാ. അപ്പൊ അതിന്റെ ഞെട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി നാടൻ ആയിരിക്കുന്ന. വരവിന് ഞെട്ടങ്ങനെ അത്രയും അകലേന്നൊക്കെ ഒരു ട്രാൻസ്പോർട്ടേഷനിൽ അങ്ങനെ ഞെട്ട് വരാൻ വഴിയില്ല. എന്തു ആവട്ടെ, ചക്കക്കുരും മുരിങ്ങക്കോലും ഉലർത്താൻ പോവാ. എന്തൊക്കെയാണ് പണ്ടത്തെ കാലത്ത്, നൊയമ്പ് കാലത്ത് എല്ലാ വീടുകളിലും ഉണ്ടാക്കണ കറിയാണ് ചക്കക്കുരു മാങ്ങയും. മാങ്ങാത്തൊലിയും ചക്കക്കുരും. ഇവിടെ മാങ്ങാത്തൊലി ഇരിപ്പുണ്ട്. പിന്നെ മുരിങ്ങക്കോലും ചക്കക്കുരും ഉലർത്ത. പിന്നെ മാങ്ങ പാല് പിഴിയും. പിന്നെ സാമ്പാറി. എന്നാന്ന് വെച്ചാൽ ചക്കയുടെയും മാങ്ങയുടെയും സീസൺ ആണല്ലോ വേനല്. അന്നേരം അല്ലേ നൊയമ്പിന്റെ കാലം. 50 നൊയമ്പിന്റെ കാര്യം കേട്ടോ പറഞ്ഞപ്പോ. മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ടാക്കുമെങ്കിലും ക്രിസ്തീയ ഭവനങ്ങളിലെ പ്രധാന കറികളാണ് ചക്കക്കുരു മാങ്ങ ഒന്ന്. പിന്നെ മുരിങ്ങക്കോലും ചക്കക്കുരു ഉലർത്ത. പിന്നെ ചക്കക്കുരു തന്നെ ഉലർത്ത. പിന്നെ മാങ്ങാത്തൊലി ഇരിപ്പുണ്ടെങ്കിൽ മാങ്ങാത്തൊലിയും ചക്കക്കുരും ചാറ്. പിന്നെ സാമ്പാർ, അങ്ങനെയുള്ള പല സംഗതികളും ഉണ്ടാക്കും വേറെ ഇഷ്ടം പോലെ. അപ്പൊ ഞാൻ പറയും. പിന്നെ ഇതുണ്ടാവും, പാടത്ത് കൊയ്ത് കഴിയുമ്പോ പാടത്ത് പയറ് വിതയ്ക്കുന്നോണ്ട് അച്ചിങ്ങ ഉലർത്ത്. നീ മടുത്തേക്കണ. ഇവിടെ വിതയും പാടം വെറുതെ കിടക്കും, ആ കൃഷിയൊന്നുമില്ല. പക്ഷെ ഇഷ്ടംപോലെ അച്ചിങ്ങ പാടത്ത് വിതയ്ക്കണവരുടെ അച്ചിങ്ങ നമ്മൾ വാങ്ങിക്കും. അപ്പൊ അങ്ങനെ അച്ചിങ്ങ സ്ഥിരം ഉണ്ടാവും. ആഴ്ചയിൽ ഒരു 2 ദിവസം ഇവിടെ അച്ചിങ്ങ മേടിക്കും വേനൽക്കാലമായി കഴിഞ്ഞാൽ. പിന്നെ
ഓക്കെ അതവിടെ വേവട്ടെ കേട്ടോ. ഇത് പിടിഞ്ചക്കയ്ക്ക് മുമ്പ് ഡയറക്ട്ലി നമ്മൾ ചക്കക്കുരുവിലേക്ക് കടന്നു. ചക്കക്കുരുവിലേക്കല്ല, ചക്കപ്പഴത്തിലേക്ക്. പഴവും ചക്കക്കുരു പഴവും കഴിഞ്ഞ് കുരുവിലേക്ക് കടന്നു. അപ്പൊ ഓർഡർ അനുസരിച്ച് ചക്ക സീസൺ തുടങ്ങാൻ പറ്റിയില്ല. അതൊന്നും കുഴപ്പമില്ല, ചക്കപ്പഴം തിന്നാൻ പറ്റിയില്ലേ. ഓർഡർ എവിടെ കിടക്കണം, അതൊക്കെ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇപ്പൊ ഓർഡർ മാറട്ടെ. അല്ല ഒന്നാന്തരം ചക്കപ്പഴം. ഓക്കെ, ആർക്കെങ്കിലും ഒക്കെ ചക്കപ്പഴം ഈ സീസണിൽ കിട്ടി തുടങ്ങിയോ? ചക്ക വെച്ചു തുടങ്ങിയോ? ഉണ്ടാവും. മുരിങ്ങക്കോലും ചക്കക്കുരു നല്ല ഭംഗിയായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ചീനിച്ചട്ടിയിലേ വെളിച്ചെണ്ണ ഒഴിച്ചു കൂട്ടോ. എന്നിട്ട് 2 തരം ഉള്ളി, ഇനി 2 തരം ഉള്ളി എന്ന് ഓർക്കുമ്പോ സവോളയാന്ന് ഓർക്കരുത്. ചുമന്നുള്ളിയും വെളുത്തുള്ളിയും വേപ്പിലേട്ടോ ചതകല്ലിന്ന് ഇങ്ങനെ എടുത്തു ചതച്ച് വെച്ചിരുന്നതാ. എന്നിട്ട് ഇത് മൂത്ത് കഴിയുമ്പോ ഇച്ചിരി കുരുമുളക് പൊടി, ചക്കക്കുരുവിന് എപ്പോഴും ഇല്ലേ കുരുമുളക് പൊടി ചേർക്കണം, നല്ലതാട്ടോ. ചക്കക്കുരുവിന് പ്രത്യേകിച്ച് ഇറച്ചിക്കൊക്കെ ചേർക്കുന്ന പോലെ ഇച്ചിരി കുരുമുളക് പൊടി ചേർക്കണം, നല്ലതാ. അപ്പം നമുക്ക് ഈ കയ്യിലും കൊണ്ട് തന്നെ ഇളക്കാം. അപ്പം മൂത്ത് വരുമ്പോൾ പൊടി ചേർത്തേച്ച്. ഇനി ഞാൻ ചക്കക്കുരു വേവിക്കാൻ നേരത്ത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടതായിരുന്നു, അതുകൊണ്ട് ഇനി മഞ്ഞൾപ്പൊടി ചേർക്കണില്ല കേട്ടോ. ആവശ്യത്തിന് മഞ്ഞനിറം അതിനുണ്ട്, ഞങ്ങളെ സംബന്ധിച്ച് മഞ്ഞനിറം ആവശ്യത്തിനുണ്ട്. പിന്നെ ഉപ്പും ചേർത്താണ്, ഉപ്പ് പാകമാണ് ഏതായാലും. അപ്പൊ ചക്കക്കുരു ഒരു 3/4 വേവായി കഴിയുമ്പോൾ മുരിങ്ങക്കോൽ അതിലേക്ക് ഇടണം. ഇത് പുതിയ ചക്കക്കുരു ആയതുകൊണ്ട് പെട്ടെന്ന് വെന്തു. കിടക്കും തോറും അല്ലേ വേവാൻ താമസം. പക്ഷെ ഈ ചക്കക്കുരു നല്ലതാട്ടോ. ചക്കപ്പഴാണെങ്കിൽ അതിഗംഭീര. ഓയ്യോ എന്റെ പൊന്നെ, ഒന്നും പറയണ്ട. ഇനിയിപ്പൊ വൈകുന്നേരം അതുകൊണ്ടുള്ള പലഹാരമായിരുന്നു ഉണ്ടാക്കണത്. ഓ അത് ശരി, തീരുമാനിച്ചു കഴിഞ്ഞു. അരിഞ്ഞ് വേവിച്ച് വെച്ചിട്ടുണ്ട് അതിനുള്ളത്. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അത് കുഴപ്പമില്ല. നോക്കട്ടെ. പൊടി ആയതുകൊണ്ട് ഞാൻ കയ്യിലേക്കാട്ടോ വെച്ചതാ. ഇച്ചിരി കുരുമുളക് പൊടിയും കൂടി ചേർക്കണം. നമുക്ക് ഇതിലേക്ക് ഇറക്കാം. ഉള്ളി നന്നായിട്ട് മൂത്ത് കണ്ടോട്ടോ. നല്ല മണം. അതാ കുരുമുളകിൻ്റെ ഉള്ളിയുടെ എല്ലാം കൂടെ ചതഞ്ഞത് അല്ല മൂത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഉള്ള സ്മെല്ലാണ്. ഇവിടെ നല്ല പെരണ്ടിരിക്കാൻ ഇഷ്ടമായതുകൊണ്ടാണ് ഇങ്ങനെ ഇച്ചിരി കുഴവ് കുറവാണ്. സാധാരണ കവിഞ്ഞ് ഇച്ചിരി കുഴവ് കുറവാ. കാരണം കലത്തിലായിരുന്നു ഞാൻ വേവിച്ചതെന്നു വെച്ചാൽ എനിക്കറിയാം ഈ പുത്തൻ ചക്കക്കുരു ആയതുകൊണ്ടേ പെട്ടെന്ന് വേവും. അപ്പം ഈ വേവിന്റെ അനുസരിച്ച് മുരിങ്ങക്കോലും ഇടാൻ പറ്റുള്ളൂ. അത് കാരണം. പിന്നെ രൂത്തുമാമ പണ്ട് പറഞ്ഞു തന്ന അനുസരിച്ച് ഞാൻ അതിന് ശേഷം ഇല്ലേ ചക്കക്കുരുവിന്റെ ബ്രൗൺ തൊലി കളയാറില്ല. ബ്രൗൺ തൊലി ഗുണകരാന്നാ പറയണത്. ഒരുപാട് പേര് പറയുന്നുണ്ട്. പിന്നെ ഈ യൂട്യൂബിലൊക്കെ കാണാം. ഏറ്റവും ആദ്യം ഇവിടെ രൂത്തുമാമ അത് പറഞ്ഞു തന്നത്. മോളെ ഇങ്ങനെ ഓരോ വീടുകളിൽ ചെല്ലുമ്പോ ഇങ്ങനെ അവര് ഇങ്ങനെ ബ്രൗൺ തൊലി കളയണില്ല. അങ്ങനെ ഉപ്പൊന്ന് നോക്കിയേക്കട്ടെ. കളയണ്ട അല്ല അപ്പൊ അത്ര എളുപ്പമാർഗമാണത്. ഉപ്പൊന്ന് നോക്കട്ടെ കേട്ടോ. ഉപ്പുണ്ട്, മതി. നല്ലതാ. ടേസ്റ്റ് ചെയ്ത് നോക്കി, നിനക്ക് ഇഷ്ടപ്പെടും. പറ്റിച്ചത് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇച്ചിരി ഇതിൽ കിടപ്പുള്ളത് ടേസ്റ്റ് ചെയ്യാൻ തരാം. ചൂടായത് കൊണ്ടാട്ടോ തരാം. കുഴപ്പമില്ല. ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കി. കുരുമുളകിൻ്റെ ഒക്കെ നല്ല സ്മെല്ലുണ്ട്. കുയില ഇറങ്ങി. നമ്മുടെ ഇല്ലേ അപ്പം ഇവിടെ കോഴിക്കൂടിൻ്റെ പുറകിൽ വെച്ചിരുന്ന ഒരു മൾഗോമാവാണോ എന്നറിയില്ല, തൈമാവില്ലേ, ഇന്ന് പടം എടുത്തോ കംപ്ലീറ്റ് തളിരിട്ട് നിൽക്കുക. കംപ്ലീറ്റ് തളിരിട്ട് നിൽക്കണം. ഞാൻ 2 ദിവസമായി അത് കണ്ടിട്ട്. ചിലപ്പോൾ പൂക്കാൻ സാധ്യതയുണ്ട്. മുരിങ്ങക്കോൽ എടുത്തില്ല, അത് ചോറുണ്ണുമ്പോ അതിൽ നിന്ന് കോരി എടുക്കുക. ഈ ചുമ്മാ തിന്നുമ്പോ ചപ്പി ഇത് എടുക്കണ്ടേ, അതുകൊണ്ട്. എന്നിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ നല്ലതാ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ കളർ കണ്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കണ്ട ഇതിനാ ചുമപ്പ് കളർ ഇല്ലാത്തതെന്നാ. ഇത് നമ്മൾ ബ്രൗൺ തൊലി കളയാതെ ചക്കക്കുരു എടുത്തതാണ്. അപ്പൊ അതിൻ്റെതായ ഒരു ബ്രൗണിഷ് കളർ വരും. പിന്നെ എരിവുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിലുപരി നമ്മള് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന്. അപ്പൊ അതുകൊണ്ടാണ് ശരിക്ക് ചുമപ്പ് രാശി വരാത്തത്. ആ കുരുമുളക് പൊടി ആഡ് ചെയ്തുകൊണ്ടാണ്. എന്നതാണെങ്കിലും ചക്കക്കുരു മുരിങ്ങക്കോലും സൂപ്പറാ. ചക്കക്കുരു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മതിയോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് രുചിച്ചായിരുന്നു. അതിന്റെ പേരിൽ കുറച്ച് കഴിക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ ഒരുപാട് വേണ്ടല്ലോ. അത് വേണ്ട. ഈ ചക്കക്കുരു ഒക്കെ കുറച്ച് റിച്ചാ, അതുകൊണ്ട് വേഗം വയറ് നിറയും. അതപ്പ എപ്പോഴും പറയും. ചക്കക്കുരു പുഴുങ്ങുമ്പോ ഇച്ചിരി ഷെയ്ക്ക് അടിക്കാൻ മാറ്റി വെച്ചേക്കണേ. പുഴുങ്ങുമ്പോ അതിനിപ്പോ ചക്കക്കുരുവിന്റെ കാലം വരുമല്ലേ, അന്നേരം എടുക്കാം. ചക്കക്കുരു ഷെയ്ക്ക് ഒന്നാന്തര. ഇപ്പൊ അത് നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, ഒന്നാന്തര ഷെയ്ക്കാ. ഇപ്പൊ ഏതായാലും ഷെയ്ക്കിനൊന്നുമില്ല. ഇനി ഇരിക്കും നമുക്ക് ചക്കക്കുരു മാങ്ങയോ ചക്കക്കുരു മാങ്ങാത്തിൽ എന്തെങ്കിലും ഒക്കെ എടുക്കാം. ഇനിയിപ്പൊ അപ്പനെ കണ്ടില്ലേ മാങ്ങയുടെ സീസൺ ആകുമ്പോ
മഴയ്ക്ക് മുമ്പ് ഇവിടുത്തെ മൂവാണ്ടിനേലും മൂത്തില്ലെങ്കിൽ കുറച്ച് മാങ്ങ മേടിച്ച് നമുക്ക് മാങ്ങാത്തൊലി ഉണങ്ങി വെക്കണം. മഴക്കാലത്ത് എടുക്കാലോ. അത് വേണം. മാങ്ങാത്തൊലിയിലാണ് ഞാൻ ജീവിക്കണത്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഈ വർഷത്തെ ആദ്യത്തെ ചക്കക്കുരു ആയതുകൊണ്ട് അതുകൊണ്ട് ഉലർത്തുമ്പോഴേക്കും പിന്നെ ആ കറി കൂട്ടി ഊണ് കഴിക്കാനുള്ള ഒരു കാത്തിരിപ്പാണല്ലേ. അത്രയ്ക്ക് ഇഷ്ടമാണ് ചക്കക്കുരു കൊണ്ടുള്ള കറികളൊക്കെ. ആദ്യമാണെങ്കിലും അവസാനത്തെ ആണെങ്കിലും ഇടയ്ക്കുള്ളതൊക്കെ ആണെങ്കിലും എപ്പോഴും ചക്കക്കുരു കൊണ്ട് കറി ഉണ്ടാക്കുന്നത് വളരെ ഇഷ്ടമാണ്. നല്ല നൂറുള്ള നല്ല രുചിയുള്ള ചക്കക്കുരു ആണെങ്കിൽ അതുകൊണ്ട് കറി വെച്ച് കഴിഞ്ഞാൽ നല്ല വെണ്ണ പോലെ ഇരിക്കുമെന്ന് അപ്പ പറയാറുണ്ട്. അത് സത്യമാണ് കേട്ടോ. നമുക്കിവിടെ നമ്മുടെ വീട്ടിൽ നല്ല വെണ്ണ പോലെ വേവുന്ന നല്ല നൂറുള്ള രുചിയുള്ള ചക്കക്കുരു ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ചക്കക്കുരും നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. ഞാൻ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എടുത്ത് കഴിച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ പറഞ്ഞ വെണ്ണയുടെയൊക്കെ രുചി എനിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ചക്കക്കുരു മുരിങ്ങാക്കോലും ഉണ്ടായതുകൊണ്ട് ചോറുണ്ട് തീർന്നൊന്നും അറിഞ്ഞേയില്ല കേട്ടോ. ഈ മൽഗോവ മാവിൻ്റെ എപ്പോഴും ഒരു പ്രത്യേകതയായി കണ്ടേക്കണത് അതിൻ്റെ തളിരും പൂവും ഒക്കെ ഒരു പിങ്ക് കളറായിരിക്കും അല്ലേ. അതുകൊണ്ടാണ് ഇത് മൽഗോവയാണെന്നുള്ള ധാരണ നമുക്കുള്ളത്.